ടൂറിസം മേഖല ലോക ഭൂപടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുമ്പോഴും വിനോദസഞ്ചാരികളെ കൊള്ളയടിക്കുന്ന ടാക്സി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു ഇരുണ്ട യാഥാർത്ഥ്യം അതിന്റെ തിളക്കം കെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിൽ വെച്ച് മുംബൈയിൽ നിന്നുള്ള ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം ഈ പ്രശ്നത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ്. ഒരു ഓൺലൈൻ ടാക്സിയിൽ എത്തിയ ആ യുവതിയെ പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ അനധികൃതമായ നിയമങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ നിന്ന് പുറത്താക്കി. ഈ അതിക്രമം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് നേരിട്ട് ഇടപെടുകയും ചെയ്തത് സ്വാഗതാർഹമാണ്. ഒരു ടാക്സി ഡ്രൈവർമാർ അറസ്റ്റിലാവുകയും സഹായം നൽകാതിരിക്കുന്നതിന് 2 പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം ഒറ്റപ്പെട്ട നടപടികൾക്കപ്പുറം ഈ രോഗം കേരള ടൂറിസത്തിന്റെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പരാതികളിലൊന്ന് ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരുടെ ഗുണ്ടായിസമാണ്. നെതർലാൻഡിൽ നിന്നുള്ള ഒരു സഞ്ചാരിയെ ആക്രമിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത സംഭവം വരെ നമ്മുടെ ടൂറിസ്റ്റ് സൗഹൃദ സംസ്ഥാനത്തിന് അപമാനമായി മാറിയിട്ടുണ്ട്. മൂന്നാർ, കോവളം, തേക്കടി തുടങ്ങിയ കേരളത്തിലെ മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രാദേശിക ടാക്സി യൂണിയനുകളുടെ അപ്രഖ്യാപിത നിയന്ത്രണങ്ങളിലാണ്. ഓൺലൈൻ ടാക്സികളിലോ ഇഷ്ടമുള്ള സ്വകാര്യ വാഹനങ്ങളിലോ ഒരു ടൂറിസ്റ്റിന് ഈ കേന്ദ്രങ്ങളിലേക്ക് എത്താനോ അവിടെ നിന്ന് മടങ്ങാനോ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോവളത്ത് ടെക്നോ പാർക്കിന്റെ മുൻ CEO ആയിരുന്ന ഗിരീഷ് ബാബുവിന് തന്റെ ജർമ്മൻ സുഹൃത്തിനെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ടാക്സി ഡ്രൈവറിൽ നിന്ന് വലിയ തടസ്സമുണ്ടായത് ഈ പ്രാദേശിക മാഫിയയുടെ പിടിമുറുക്കം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം. നിയമപരമായ ടൂറിസ്റ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കേണ്ട പോലീസ് പോലും പലപ്പോഴും ഈ യൂണിയനുകൾക്ക് വഴങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഈ രംഗത്തെ രാഷ്ട്രീയ ഇടപെടലുകൾ എത്ര ശക്തമാണെന്ന് വിളിച്ചോതുന്നു. ഈ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ടാക്സികളെ തടയുന്നതിന്റെ കാരണം ഉപജീവനത്തെക്കുറിച്ചുള്ള ആശങ്ക മാത്രമല്ല, അതിലുപരിയായി കമ്മീഷൻ ഇനത്തിൽ ലഭിക്കുന്ന വലിയ തുകകൾ നഷ്ടമാകുമോ എന്ന ഭയമാണ്. കേരള ടൂറിസത്തിലെ ഏറ്റവും വൃത്തികെട്ട കച്ചവടമായി മാറിയിരിക്കുന്നത് ഈ കമ്മീഷൻ തട്ടിപ്പാണ്. മൂന്നാർ കാണാനോ തേക്കടിയുടെ സൗന്ദര്യം ആസ്വദിക്കാനോ എത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും യഥാർത്ഥ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ സാധിക്കാറില്ല. പകരം ഡ്രൈവർമാർക്ക് ലാഭം കിട്ടുന്ന ഷോപ്പിംഗ് സെന്ററുകൾ, അല്ലെങ്കിൽ വ്യാജ മസാജിംഗ് സെന്ററുകൾ, അല്ലെങ്കിലോ ഉയർന്ന നിരക്കിലുള്ള ട്രക്കിംഗ് ഗ്രൂപ്പുകൾ എന്നിവിടങ്ങളിലേക്കാണ് അവരെ എത്തിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളുമായി ടാക്സി ഡ്രൈവർമാർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ടൂറിസ്റ്റുകളെ എവിടെ എത്തിച്ചാൽ കമ്മീഷൻ ലഭിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് ടൂറിസം മേഖലയിലെ പ്രധാന വരുമാന മാർഗമായി ഇവർ കാണുന്നതും. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ടൂറിസ്റ്റുകളെ പിക്ക് ചെയ്ത് മൂന്നാർ, തേക്കടി, ആലപ്പുഴ, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധാരണ പാക്കേജിന്റെ പിന്നാമ്പുറം ഞെട്ടിക്കുന്നതാണ്. വഴിയിൽ ഡ്രൈവർമാർക്ക് മാത്രം നിർത്താൻ സൗകര്യമുള്ള ഹോട്ടലുകളിൽ ടീ ബ്രേക്ക്, ലഞ്ച് എന്നിവ നിർബന്ധമാക്കുന്നു. വാളറ മുതൽ നിരന്നു കിടക്കുന്ന സ്പൈസസ് ഗാർഡനുകളിൽ പ്രവേശന ടിക്കറ്റിന്റെ മുഴുവൻ തുകയുടെ ഏകദേശം ഒരു 300 രൂപയെങ്കിലും ഡ്രൈവർക്ക് കമ്മീഷനായി ലഭിക്കും. 700 രൂപയുടെ ആന സഫാരി ടിക്കറ്റിൽ 350 രൂപയും ഡ്രൈവർ പോക്കറ്റിലാക്കുന്നു. കഥകളി, കളരിപ്പയറ്റ് എന്നിവയ്ക്ക് 400 രൂപയും കേരള സ്പെഷ്യൽ മസാജിന് ഒരു വ്യക്തിക്ക് 1500 രൂപയും മിനിമം കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 2 ദിവസത്തെ ഒരു പാക്കേജിൽ ഒരു ഡ്രൈവർ മാത്രം 3000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ തേടുന്നുണ്ട്. സ്പൈസസ്, കേരള സാരികൾ, കരകൗശല വസ്തുക്കൾ, സാഹസിക വിനോദസഞ്ചാരങ്ങൾ തുടങ്ങിയ ചായ കുടിച്ചാൽ പോലും കമ്മീഷൻ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പാക്കേജുകളിലേക്ക് ഡ്രൈവർമാർ അധപ്പതിച്ചിരിക്കുന്നു. ഈ പകലക്കൊള്ളയുടെ ഭാരം മുഴുവൻ ടൂറിസ്റ്റുകളുടെ മേലിലാണ് വന്നു ചേരുന്നത്. ഒരു വിദേശ ദമ്പതികൾക്ക് ഈ കമ്മീഷൻ തട്ടിപ്പ് കാരണം കുറഞ്ഞത് 5000 മുതൽ 10000 രൂപ വരെ അധികമായി ചെലവഴിക്കേണ്ടി വരുന്നു. 3000 രൂപയ്ക്ക് സിംഗപ്പൂരിലും മലേഷ്യയിലേക്കും ടിക്കറ്റ് കിട്ടുന്ന കാലമാണിത്. ഇത്രയധികം പണം കമ്മീഷനായി നൽകാൻ വേണ്ടി ടൂറിസ്റ്റുകൾ ഇരട്ടി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനും നിർബന്ധിതരാകുന്നു. ഇങ്ങനെ പകൽക്കൊള്ള തുടർന്നാൽ കേരളത്തിലെ ടൂറിസം മേഖലയുടെ ഭാവി ഇരുളടഞ്ഞതാകുമെന്നതിൽ ഒരിക്കലും ഒരു സംശയമില്ല. ഈ ദുരവസ്ഥയ്ക്ക് കാരണം ടൂറിസം മേഖലയിലെ ഡ്രൈവർമാരുടെ അനാരോഗ്യകരമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇതിന് പിന്നിൽ ഉന്നതമായ രാഷ്ട്രീയ ഇടപെടലുകളുമുണ്ട്. തന്മൂലം ടൂറിസ്റ്റുകൾക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ പോലീസിനും മറ്റ് അധികാരികൾക്കും കഴിയാതെ വരുന്നു. റെസ്പോൺസിബിൾ ടൂറിസം, ടൂറിസം വളർത്താനുള്ള ചർച്ചകൾ എന്നിവ നടത്തുന്ന മന്ത്രിമാരും DCPC, KDDC തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളും ട്രാവൽ ഏജൻസി സംഘടനകളും ഹോട്ടലുകളുടെ കൂട്ടായ്മകളും ഈ കൊള്ളയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. മുൻകൂറായി പണം നൽകി പാക്കേജ് ബുക്ക് ചെയ്യുന്ന അതിഥികളെ പിടിച്ചു പറിക്കുന്നതിന് മൗനാനുവാദം നൽകിക്കൊണ്ട് ടൂറിസം വളർത്താൻ ശ്രമിക്കുന്നത് വിരോധാഭാസമാണ്. ഈ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായ ചില പരിഹാരങ്ങൾ അത്യാവശ്യമാണ്.
ഒന്നാമതായി, ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ ചെലവിൽ കേരളം കാണാൻ ടൂറിസ്റ്റുകൾക്ക് അവസരം ഒരുക്കണം. ട്രാവൽ ഏജൻസികൾ ബുക്കിംഗ് സമയത്ത് തന്നെ കമ്മീഷൻ രഹിതമായി ആക്ടിവിറ്റികൾ ചെയ്യാനും അവസരം ഒരുക്കണം. രണ്ടാമതായി, ടാക്സി ഡ്രൈവർമാർക്ക് ന്യായമായ വാടകയും ബാറ്റയും നൽകാൻ സംവിധാനം ഉണ്ടാകണം. അല്ലാതെ കുറഞ്ഞ വാടകയ്ക്ക് ഓടാമെന്ന് സമ്മതിച്ചതിന് ശേഷം ആ നഷ്ടം ടൂറിസ്റ്റുകളിൽ നിന്ന് കമ്മീഷനിലൂടെ പിടിച്ചു പറിക്കാൻ അനുവദിക്കരുത്. ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തിപരമായ ഇടപെടലുകൾക്കപ്പുറം ഈ മേഖലയെ ശുദ്ധീകരിക്കുന്നതിനായി ശക്തമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ പകൽ കൊള്ളയുടെ ദുഷ്പേര് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ഖ്യാതിക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ്.